ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ ഞാൻ എല്ലിമണി കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് മീഡിയേറ്ററിന് മുമ്പേ ഒരു പുരുഷൻ അല്ലെങ്കിൽ ഭർത്താവ് എഴുതി ഒപ്പിട്ട് അത് മീഡിയേഷൻ റിപ്പോർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റില്ല. പിന്നെ ഒരു ചോദ്യം നിൽക്കുന്നത് ഇത് കമ്പൽസറി ആണോ? ഒരിക്കലും അല്ല, കമ്പൽസറി അല്ല. മീഡിയേഷൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് കോടതിയിൽ പറയാമെന്നുള്ളതേ ഉള്ളൂ. അതായത് ഒരു വൺസ് നിങ്ങൾ ഡിവോഴ്സ് ആയി പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ അങ്ങനെ പിരിയണമെന്നും ഇല്ല. നമുക്ക് നിയമപരമായിട്ട് അതിന് ഒരുപാട് അവസരങ്ങളുണ്ട്. നമുക്ക് കോടതി. നമസ്കാരം. ഇന്നത്തെ ലീഗൽ അവയർനെസ്സിൽ മീഡിയേഷനെ കുറിച്ചാണ്. മീഡിയേഷൻ എന്ന് വെച്ചാൽ കോർട്ട് മീഡിയേഷൻ. കോടതിയിൽ നിന്ന് ചില കേസുകളെല്ലാം നമ്മൾ മീഡിയേഷനിലേക്ക് വിടും. അതായത് നമ്മുടെ ഫാമിലി കോടതിയിലെ കേസുകളാണ് എങ്കിൽ കൗൺസിലിംഗ് കഴിഞ്ഞതിന് ശേഷം, അതായത് ആദ്യം നമ്മൾ സമൻസ് അയക്കുന്നു, തിരിച്ച് എതിർഭാഗം വരുന്നു, അപ്പോൾ അതിന് ശേഷം കൗൺസിലിംഗ് ആയിരിക്കും. കൗൺസിലിംഗ് കഴിഞ്ഞ് കൗൺസിലിംഗ് ഫെയിൽ ആകുമ്പോഴാണ് മീഡിയേഷൻ വരുന്നത്. അപ്പോൾ ഈ മീഡിയേഷനെ കുറിച്ച് ഒരുപാട് പേര് ഒരുപാട് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. മീഡിയേഷൻ നിർബന്ധമാണോ? മീഡിയേഷനിൽ നമുക്ക് അത് മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണോ? അല്ലെങ്കിൽ എതിർഭാഗത്തിൽ ഒരു ചായ്വ് മീഡിയേഷൻ കാണിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇങ്ങനെ പല പല കാര്യങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട്. ശരിക്കും മീഡിയേഷൻ എന്ന് പറയുന്നത് കോടതിയുടെ ലിറ്റിഗേഷൻ അല്ലെങ്കിൽ കോടതിയുടെ പ്രോസസ്സ് കുറച്ചിട്ട് ഒത്തുതീർപ്പ് ചർച്ചയിലൂടെ ഒരു രമ്യതയിലെത്തി, അതായത് ഒരു പരിഹാരം കാണുന്നതിനെയാണ് മീഡിയേഷൻ വച്ചിരിക്കുന്നത്. ഈ മീഡിയേറ്റേഴ്സ് എല്ലാം 10 വർഷം പ്രാക്ടീസുള്ള അഡ്വക്കേറ്റ്സ് ആയിരിക്കാം, അവർക്ക് ട്രെയിൻഡ് ആണ്. അപ്പോൾ ഒരു മീഡിയേറ്ററിൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡിൽ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ചായാതെ രണ്ട് സൈഡിനും നീതി നടപ്പാക്കിക്കൊണ്ട്, നീതി നിലനിർത്തിക്കൊണ്ട് ഒരു ഒത്തുതീർപ്പ് ചർച്ചയിൽ രണ്ടുപേരെയും എത്തിക്കുക എന്നതാണ് ഒരു മീഡിയേറ്ററിൻ്റെ ജോലി. അവിടെ വന്നിട്ട് ഒരിക്കലും ഒരു കമ്പൾഷനോ ഒരു ഫോഴ്സ്ഫുള്ളോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാൾ വളരെ വൾണറബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കാം, മറ്റേ ആൾ ഭയങ്കര ഡോമിനൻ്റ് ആയിരിക്കാം. അങ്ങനെ വരുന്ന സമയത്ത് അവർക്കൊരു പ്രൊട്ടക്ഷൻ കൊടുത്താൽ, അതായത് വൾണറബിൾ ആയിട്ടുള്ള ഒരാൾക്ക് അവരുടെ അവകാശങ്ങളെ നിലനിർത്തിക്കൊണ്ട് മറ്റേ ആളെ പറഞ്ഞ് മനസ്സിലാക്കി എന്നാൽ രണ്ടുപേരെയും ഒരുമിച്ച് രമ്യതയിൽ എത്തിച്ചിട്ടാണ് ഒരു മീഡിയേഷൻ റിപ്പോർട്ട് അല്ലെങ്കിൽ ഉറപ്പിച്ച ഒരു ഒത്തുതീർപ്പ് ചർച്ച. അത് നിർബന്ധമല്ല. അതായത് ഇപ്പം മീഡിയേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളിപ്പം മീഡിയേഷൻ റൂമിലേക്ക് അഡ്വക്കേറ്റ്സിനും കൂടെ കയറാൻ പറ്റും. അഡ്വക്കേറ്റ്സും കൂടെ ചേർന്നിട്ടായിരിക്കാം മിക്കപ്പോഴും മീഡിയേഷൻ, അതായത് നമ്മുടെ ക്ലയൻറ്റിന് അവൾക്ക് കിട്ടാൻ അല്ലെങ്കിൽ അവന് കിട്ടാനുള്ള റൈറ്റ്സ് എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്ത് ലീഗലി അവളെ സേഫ് ആക്കിയിട്ടാണ് നമ്മളെപ്പോഴും മീഡിയേഷൻ അവരുടെ കൂടെ നിൽക്കുന്നത്. പക്ഷെ നമുക്ക് അവിടെ ഒരു ആർഗ്യുമെൻറ്റ്സോ എവിഡൻസ് നോക്കലോ ഒന്നുമില്ല. അതിന് പകരമായിട്ട് ഒരു മീഡിയേഷൻ ചർച്ച നടത്തിയിട്ട് നിങ്ങളെ പ്രശ്നങ്ങളെ പരിഹരിക്കുക. ഇപ്പോൾ കോടതിയിലോട്ട് കയറുവാണെങ്കിൽ ഒരുപാട് വർഷം നടക്കേണ്ടി വരും, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാവാം, ഇങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. നമുക്കിവിടെ വെച്ചൊരു പ്രശ്നം പരിഹരിച്ച് ഇപ്പോൾ ഒന്നിച്ച് പോകാൻ പറ്റൂല എങ്കിൽ നമുക്ക് മ്യൂച്വലി ഒരു ഡിവോഴ്സിലേക്ക് പോയിട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലുകൾ വാങ്ങലുകൾ ഉണ്ടെങ്കിലോ കുട്ടികളുടെ തീരുമാനത്തിലെത്തുമോ. അങ്ങനെയാണ് മീഡിയേഷൻ നടന്നത്. മീഡിയേഷൻ ഒറ്റ ദിവസം കൊണ്ടൊന്നും അല്ല തീരുന്നത്, 2-3 സിറ്റിംഗ് ഒക്കെ ഉണ്ടാവും. മിക്കപ്പോഴും അത് മീഡിയേഷൻ നിർബന്ധിച്ച് ഒരു തീരുമാനത്തിലെത്തില്ല. രണ്ടും കൂട്ടരും കൂടെ അനുനയിപ്പിച്ച് പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് മീഡിയേഷനിലേക്ക് വരുന്നത്. പിന്നെ വ്യവസ്ഥകൾ പ്രകാരം റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കുക. പിന്നെ ഒരു ചോദ്യം നിൽക്കുന്നത് ഇത് കമ്പൽസറി ആണോ? ഒരിക്കലും അല്ല, കമ്പൽസറി അല്ല. മീഡിയേഷൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് കോടതിയിൽ പറയാമെന്നുള്ളതേ ഉള്ളൂ. അല്ല, മീഡിയേഷന് പോകണമെങ്കിൽ അതിൻ്റെ ഫോം ഫില്ല് ചെയ്ത് 2 അഡ്വക്കേറ്റ്സും കക്ഷികളും കൂടെ സൈൻ ചെയ്തിട്ടാണ് നമ്മൾ മീഡിയേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ അതൊരു നിർബന്ധമായി മീഡിയേഷൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല. പിന്നെ മീഡിയേഷൻ റിപ്പോർട്ട് പ്രകാരം 2 പേരും സമ്മതിച്ച് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ ഞാൻ എല്ലിമണി കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് മീഡിയേറ്ററിന് മുമ്പേ ഒരു പുരുഷൻ അല്ലെങ്കിൽ ഭർത്താവ് എഴുതി ഒപ്പിട്ട് അത് മീഡിയേഷൻ റിപ്പോർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് എല്ലാവരും പൂർണ്ണമായി ബോധ്യപ്പെട്ട് വായിച്ചു നോക്കി അതിൻ്റേതായിട്ടുള്ള എല്ലാ ലീഗലായിട്ടുള്ള എല്ലാ സംഭവങ്ങളും നിങ്ങൾ അഡ്വക്കേറ്റ്സുമായിട്ട് സംസാരിച്ചിട്ട് വേണം ഒരു മീഡിയേഷനിലേക്ക് സൈൻ ചെയ്യാം. പിന്നെ അതിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 ലക്ഷം നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കൊടുത്തു തന്നെയാവണം. കൊടുത്തില്ല എങ്കിൽ അതിൻ്റേതായിട്ടുള്ള വിധി നടപ്പ് ഹർജി ഫയൽ ചെയ്തിട്ട് എതിർ പാർട്ടിക്ക് കേസ് മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതേ ഉള്ളൂ. അതേപോലെ നമ്മൾ മീഡിയേഷനിൽ ഇരിക്കുന്ന സമയത്ത് ഡൗട്ട്സുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വളരെ ക്ലിയർ ആക്കുക, എല്ലാം മനസ്സിലാക്കി. മിക്കപ്പോഴും മലയാളത്തിൽ തന്നെ ആയിരിക്കാം മീഡിയേഷൻ റിപ്പോർട്ട് എഴുതുന്നത്. മലയാളം വായിക്കാൻ അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ അത് നിങ്ങൾക്ക് ആവശ്യപ്പെടാം ഇംഗ്ലീഷിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് വായിച്ചു നോക്കി ആ റിപ്പോർട്ടിൽ വ്യവസ്ഥകൾ ഉണ്ടാവും. മീഡിയേഷൻ സെറ്റിൽമെൻറ്റ് ആസ് പെർ ദീസ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും റിപ്പോർട്ട് വരുന്നത്.
ആ റിപ്പോർട്ടെല്ലാം 1, 2, 3 എന്നുള്ള വ്യവസ്ഥകളുണ്ടാവും. അതെല്ലാം ക്ലിയറായിട്ട് വായിച്ചു നോക്കി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അഡ്വക്കേറ്റ്സുമായിട്ട് സംസാരിച്ച് വിത്ത് അഡ്വക്കേറ്റിൻ്റെ പ്രസൻസിൽ നിങ്ങളത് സൈൻ ചെയ്തിട്ട് റിപ്പോർട്ടാക്കുക ഒത്തുതീർപ്പിലേക്ക്. നിങ്ങൾക്ക് എത്താൻ കഴിഞ്ഞില്ല, ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തിയില്ല, നിങ്ങൾ അയാൾ പറയുന്നത് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ടി പറയുന്ന കണ്ടീഷൻസുമായിട്ട് നിങ്ങൾക്ക് ഒട്ടും കംപ്ലൈ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ പറയാം താല്പര്യമില്ല, കോർട്ടിലേക്ക് പോട്ടെ. അങ്ങനെയാണെങ്കിൽ മീഡിയേഷൻ ഫെയിൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും റിപ്പോർട്ടിൽ എഴുതത്തില്ല കേട്ടോ. സെറ്റിൽഡ് ഓർ നോട്ട് സെറ്റിൽഡ് ഇത് മാത്രമേ മീഡിയേറ്ററിന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മീഡിയേറ്റർ തിരിച്ച് ആ ഫയൽ കോടതിയിലേക്ക് പോകും, പിന്നെ ട്രയലിലേക്ക് പോകും. അപ്പം നിർബന്ധമായിട്ട് നിങ്ങൾക്ക് മീഡിയേഷനിൽ ഒത്തുതീർപ്പാക്കണമെന്നില്ല. യോജിച്ച് വരാൻ പറ്റിയില്ലെങ്കിൽ കോർട്ടിലേക്ക് നിങ്ങൾക്ക് കോടതി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കോടതിയിലേക്ക് മീഡിയേഷൻ റിപ്പോർട്ട് തിരിച്ചയക്കാൻ പറ്റും. പിന്നെ നമ്മൾ ട്രയൽ ഫേസ് ചെയ്യും. പിന്നെ ഒരു ചോദ്യം വരുന്നത്, ഈ ഇടയ്ക്ക് ഇപ്പോൾ എൻ്റെ ഒരു കക്ഷി തന്നെയാണ് എങ്കിൽ തന്നെ അവർ രണ്ടുപേരും മ്യൂച്വലി പിരിഞ്ഞതാണ്. പക്ഷേ പിരിഞ്ഞു കഴിഞ്ഞ ആ നിമിഷം, അതായത് കോടതിയിൽ ലാസ്റ്റ് എവിഡൻസ് ഒക്കെ കൊടുത്ത് കോടതി ചോദിക്കുമല്ലോ, നിങ്ങൾ പിരിയാൻ തയ്യാറാണോ, ഒരുമിച്ച് പോകാൻ പറ്റത്തില്ല എന്ന് നോക്കുമ്പോൾ ഇല്ല പറ്റില്ല, ഞങ്ങൾ പിരിയാൻ തയ്യാറാണ്, വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ബന്ധം വേർപെട്ടു. ബന്ധം വേർപെട്ട് കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഭയങ്കര ഇമോഷണലി ഭയങ്കര ബ്രേക്ക് ഡൗൺ ആവുന്നു. അവർക്ക് ആ നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ചുള്ള വളരെ ചിന്തകൾ വരുന്നു. പല കാരണങ്ങളും കൊണ്ടും പിന്നീട് ഡിവോഴ്സായി, അതായത് മ്യൂച്വലി പിരിഞ്ഞതിന് ശേഷം ഒരുമിച്ച് പോകാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കാറുണ്ട്. അങ്ങനെ എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിവോഴ്സ് ഓർഡർ വന്നു കഴിഞ്ഞാൽ 30 ഡേയ്സാണ് ഒരു അപ്പീൽ പീരീഡ് വരുന്നത്. വേണമെങ്കിൽ നമുക്കതിനെ സെറ്റസൈഡ് ചെയ്യാൻ പറ്റും. അതായത് കോടതിയുടെ അടുത്ത് രണ്ടുപേരും കൂടെ പോയതിന് ശേഷം സെറ്റസൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ സഹായം ചെയ്യിക്കാം. അതായത് വൺസ് നിങ്ങൾ ഡിവോഴ്സ് ആയി പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ അങ്ങനെ പിരിയണമെന്നും ഇല്ല. നമുക്ക് നിയമപരമായിട്ട് അതിന് ഒരുപാട് അവസരങ്ങളുണ്ട്. നമ്മൾ കോടതിയുടെ അടുത്ത് അത് ആവശ്യപ്പെടുവാണെങ്കിൽ നമ്മൾ ആ ഡിവോഴ്സ് പേപ്പർ നമുക്ക് സെറ്റസൈഡ് ചെയ്തെടുക്കാൻ പറ്റും. അത് പക്ഷേ രണ്ടാൾക്കാരും കൂടെ അവരുടെ ഫ്രീ കൺസെൻറ്റോടുകൂടെ അവരുടെ പൂർണ്ണ സമ്മതത്തോടെ വേണം കോടതിയുടെ അടുത്ത് ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ പിരിയാനാണ് തീരുമാനിച്ചത്. പക്ഷെ ആ ഓർഡർ റദ്ദാക്കണം, അല്ലെങ്കിൽ ആ വിധി റദ്ദാക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ കോടതിയിൽ സമീപിക്കാം. ആ കോടതിയിൽ പോകാം 30 ഡേയ്സിനുള്ളിലാണെങ്കിൽ, അല്ല എങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഹൈക്കോടതിയിലും സമീപിക്കാവുന്നതാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതാണ് മീഡിയേഷൻ. ഒരു മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമല്ല, പക്ഷേ മീഡിയേഷൻ എപ്പോഴും നല്ലതാണ്, എല്ലാവരും പ്രൊമോട്ട് ചെയ്യുന്ന കാര്യമാണ്. കാരണം കോടതിയുടെ ഒരുപാട് സമയം ലാഭിക്കാം, നിങ്ങളുടെ സ്ട്രെസ്സും സ്ട്രെയിനും കുറയ്ക്കാം, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാം. അല്ലെങ്കിൽ ഒരു കേസിൻ്റെ മേലെ വേറെ കേസ്, പിന്നെ അപ്പീൽ, അങ്ങനെ നിങ്ങളതിനെ ഒരുപാട് ലിറ്റിഗേഷനിലേക്ക് കുടുക്കിയിടും. അത് ഒഴിവാക്കാൻ നമുക്ക് മീഡിയേഷൻ എപ്പോഴും നല്ലതാണ്. നന്ദി, നമസ്കാരം.